അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ചിക്കനാണ്. അതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി എല്ലാം കൂടെ യോജിപ്പിച്ച് പുരട്ടി നമുക്കൊരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കാം. അതിൽ മസാല എല്ലാം നല്ലതുപോലെ പിടിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു പിടി കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അത് ചൂടാകുമ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 3 പിടി ചെറിയ ഉള്ളി ചതച്ചത് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് പച്ച മണം മാറുന്നത് വരെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റുക. എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഗ്രീൻ കളറിൽ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അതിനുശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഇതിലൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കുറഞ്ഞു പോയി. ഞാൻ വീണ്ടും ഒഴിച്ച്, പക്ഷേ അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് സിമ്മിലാക്കി വെക്കുക. ഇനി ഒന്ന് തുറന്നു നോക്കുക. ഇപ്പം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഇത് അടച്ചു വെച്ച് 15 മിനിറ്റും കൂടി ചെറിയ തീയിൽ വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. ഈ സമയത്തിന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ് മക്കളെ, മസ്റ്റ് ട്രൈ. അത്രയ്ക്കും ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നല്ല മുരിഞ്ഞ പൊറോട്ടയും നെയ്ച്ചോറും പൊറോട്ടയും ചപ്പാത്തിയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.